6 മണ്ഡലങ്ങൾ കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് എണ്ണുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ അതിൻ്റെ ഒരു ആദ്യ നടപടികളിലേക്കെല്ലാം തന്നെ കടന്നിരിക്കുന്നു. വളരെ കടുപ്പമേറിയ വാശിയേറിയ മത്സരങ്ങൾ നടക്കുന്ന ഒരിടമായിട്ടാണ് പൊതുവെ എറണാകുളം ജില്ലയിലെ 14 മണ്ഡലങ്ങളും ഇത്തവണ കരുതുന്നത്. കഴിഞ്ഞ തവണ നേടിയ മണ്ഡലങ്ങൾ അത് നിലനിർത്തുന്നതിനൊപ്പം കൂടുതലിടങ്ങളിലേക്ക് തങ്ങൾക്ക് കടന്നു കയറാൻ കഴിയുമെന്ന് UDF ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന മധ്യ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടം എന്ന് പറയുന്നത് എറണാകുളം ജില്ലയാണ്. എറണാകുളം ജില്ലയിൽ 9 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ തവണ UDFന് വ്യക്തമായ ഒരു ആധിപത്യം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇത്തവണ അത് ഒരു ക്ലീൻ സ്വീപ്പ് എന്നതാണ് അവർ അവകാശപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും അതിനെ പ്രതിരോധിക്കാനും കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് ഇടതുമുന്നണിക്കുള്ളത്. എന്തായാലും എറണാകുളം ജില്ലയിൽ ആര് ആധിപത്യം നേടുന്നു എന്നതെല്ലാം തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ഗതിവിഗതികൾ നിയന്ത്രിക്കും എന്ന കാര്യത്തിൽ നിർണ്ണയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും അതിനുള്ള ഒരു ആ മണിക്കൂറുകളിലേക്ക് ആദ്യ നിമിഷങ്ങളിലേക്ക് എല്ലാം തീർച്ചയായും ആ ആകാംക്ഷ നിറഞ്ഞ മണിക്കൂറുകളിലേക്ക് നമ്മൾ കടക്കുകയാണ്. സ്ട്രോങ് റൂമുകൾ തുറന്നിരിക്കുന്നു. നമ്മൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. അവിടെ സ്ട്രോങ് റൂമുകൾ തുറന്നിരിക്കുന്നു. സ്ഥാനാർത്ഥിയുടെയോ അല്ലെങ്കിൽ ഏജന്റുമാരുടെയോ സാന്നിധ്യത്തിൽ വീഡിയോയിൽ ചിത്രീകരിച്ചുകൊണ്ടാണ് സ്ട്രോങ് റൂമുകൾ തുറക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ പാർട്ടിക്കാരും കാവൽ നിൽക്കുകയായിരുന്നു. ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പിക്കാൻ. അതെ, അങ്ങനെ കാവൽ നിന്ന സ്ട്രോങ് റൂമുകൾ തുറക്കുകയാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ, കൗണ്ടിംഗ് പ്രക്രിയകൾ ആരംഭിക്കുകയാണ്. സ്ട്രോങ് റൂമുകൾ തുറക്കുന്ന കാഴ്ചയാണ് നമ്മൾ അവിടെ നിന്ന് കാണുന്നത്. ഇനിയുള്ള മണിക്കൂറുകൾ കേരളത്തെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. കേരളം ആര് ഭരിക്കാൻ പോകുന്നു എന്ന് അറിയാൻ പോകുന്ന നിമിഷമാണ്. നമ്മൾ ഇന്നലെ കണ്ടത് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളിൽ നിന്ന് മുഖ്യമന്ത്രി എന്ന പേര് എടുത്തു മാറ്റിയിരിക്കുകയാണ്. അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറായി മാത്രം അറിയപ്പെടുകയാണ്. അപ്പോൾ ഒരു ഫലം സംബന്ധിച്ചുള്ള കൃത്യമായ സൂചനകൾ അവിടെയും ഇല്ലേ എന്നൊരു സംശയം ജനിപ്പിക്കുന്നതാണ്. എന്തായാലും ഇന്നലെ തന്നെ അദ്ദേഹം പ്രൊഫൈലുകൾ അപ്ഡേറ്റ് ചെയ്തിരിക്കുകയാണ്. ചീഫ് മിനിസ്റ്റർ ഓഫ് കേരള എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രൊഫൈലിൽ ഉണ്ടായിരുന്നെങ്കിൽ അത് മാറ്റിയിരിക്കുന്നു. പോളിറ്റ് ബ്യൂറോ മെമ്പർ ആക്കിയിരിക്കുന്നു. അതെ, അത് മാത്രവുമല്ല ഒരു ഫലം വരാൻ കാത്തിരിക്കുന്നില്ല എന്നൊരു നിലപാടെടുത്തതായിരിക്കാം. എന്തായാലും മുഖ്യമന്ത്രി കണ്ണൂരിലാണുള്ളത്. കണ്ണൂരിലിരുന്നാണ് മുഖ്യമന്ത്രി ഈ ഫലം എന്താണ് എന്നറിയുന്നത്. LDFൽ മുഖ്യമന്ത്രിയെ മുൻനിർത്തിയാണ് LDF പ്രചരണം നടത്തിയത്. മുഖ്യമന്ത്രി മാത്രമായിരുന്നു ഒരു ഫിഗർ. അപ്പോൾ ആ ഫലം മുഖ്യമന്ത്രി അറിയുന്നത് കണ്ണൂരിൽ ഇരുന്നു കൊണ്ടാണ്. കണ്ണൂരിലിരുന്നാണ് അദ്ദേഹം ഈ ഫലം അറിയാൻ പോകുന്നത്. VD സതീശൻ ഇന്നലെ വന്ദേ ഭാരതിൽ ഏതാണ്ട് 11:30 തിരുവനന്തപുരത്ത് എത്തി. അദ്ദേഹം കന്റോൺമെന്റ് ഹൗസിൽ ഇരുന്നാണോ ഫലം അറിയുക, അതോ KPCCയിലെ പന്തലിലേക്ക് എത്തുമോ എന്നത് നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മളിനി ശരണ്യയിലേക്ക് പോവുകയാണ്. ആലപ്പുഴയിൽ വളരെ നിർണായകമായിട്ടുള്ള പോരാട്ടങ്ങൾ നടക്കുന്ന ഒരു ജില്ലയാണ്. അതിൽ ഏറ്റവും കൗതുകം അത് അമ്പലപ്പുഴ ഉൾപ്പെടെയുണ്ട്. നമ്മൾ കാത്തിരിക്കുകയാണ് അതിന്റെയൊക്കെ ഫലം എന്താണെന്ന്. അത് നമ്മൾ മാത്രമല്ല, പ്രധാനപ്പെട്ട പാർട്ടികളും കാത്തിരിക്കുകയാണ് എന്താണ് അതിന്റെ ഫലം, അതിന്റെ വരവ് എന്താണെന്ന്. ശരണ്യ, ഗുഡ് മോർണിംഗ്. അപ്പൊ ആലപ്പുഴയിൽ എങ്ങനെയാണ് സ്ട്രോങ് റൂം തുറക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങിയോ? ക്രമീകരണങ്ങളെല്ലാം ഇവിടെ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. വളരെ നേരത്തെ തന്നെ ഉദ്യോഗസ്ഥരെല്ലാം സ്ഥലത്തെത്തി. നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ SD കോളേജിലാണ്. ഇവിടെയാണ് അമ്പലപ്പുഴ, ഒപ്പം തന്നെ ഹരിപ്പാട്, കുട്ടനാട് മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ നടക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും വാശിയേറിയ മത്സരം, സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധേയമായ മത്സരത്തിന്റെ ഫലം നൽകാൻ പോകുന്നത് നമ്മൾ ഈ SD കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ആയിരിക്കും എന്നുള്ളതാണ്. അത് ആർക്ക് അനുകൂലമാണ് എന്നുള്ളതാണ് കൗതുകത്തോടെ രാഷ്ട്രീയ കേരളം നോക്കിക്കാണുന്നത്. അമ്പലപ്പുഴയിലെ G സുധാകരന്റെ സ്ഥാനാർത്ഥിത്വവും തുടർന്നുണ്ടായ മത്സരവും തന്നെയാണ് ആലപ്പുഴയിൽ, പ്രത്യേകിച്ച് അമ്പലപ്പുഴ മണ്ഡലത്തെ അത്രയും ശ്രദ്ധേയമായി സംസ്ഥാനത്ത് തന്നെ മാറ്റിയിരിക്കുന്ന 100 സീറ്റിലധികം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തരംഗം സാധാരണക്കാരുടെ മുഖത്ത് നോക്കുമ്പോൾ, കൈ കൊടുക്കുമ്പോൾ, അവർ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്കത് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. ആ പിന്തുണ UDFന്റെ 100-ലധികം സീറ്റുമായിട്ട് അധികാരത്തിലെത്തുവാൻ ജനങ്ങൾക്ക് വേണ്ടി ക്ഷേമ പദ്ധതികൾക്കായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ഉറപ്പായിട്ടും. ഓക്കെ, ആത്മവിശ്വാസം എന്നതിനേക്കാൾ കൂടുതൽ UDFന്റെ മടങ്ങിവരവ്, 100-ലധികം സീറ്റുമായി UDF മടങ്ങി വരുമെന്ന ആത്മവിശ്വാസമാണ് രമ്യ ഹരിദാസ് പങ്കുവച്ചത്. ശരണ്യ പറഞ്ഞ പോലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഫലങ്ങളിൽ ഒന്ന് പറയാൻ പോകുന്നത് ശരണ്യായിരിക്കും. പ്രേക്ഷകരിലേക്ക് കാര്യങ്ങൾ എത്തിക്കേണ്ടത്. അപ്പോൾ എന്തായാലും അവിടുന്ന് അനങ്ങാതെ അവിടെ നിന്ന് മാറിപ്പോരുത് കേട്ടോ. അവിടെ തന്നെ നിന്നുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ തന്നോളണം. അപ്പോൾ എന്താണ് ബാക്കി കാര്യങ്ങൾ പറഞ്ഞോളൂ.
അതെ, അത്തരമൊരു എന്താ പറയുക, തെരഞ്ഞെടുപ്പിന്റെ മറ്റൊരു ആവേശവും സൂക്ഷ്മതയും അമ്പലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്കടക്കം ഉണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം. വളരെയധികം ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കോളേജിന്റെ പരിസരത്ത് നിന്ന് തന്നെ ഒരു പരിധിക്കപ്പുറത്തേക്ക് മാധ്യമങ്ങളിൽ ഉൾപ്പെടെയുള്ള വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ല. വലിയ ക്രമീകരണങ്ങളുണ്ട്, പോലീസുണ്ട്, ഒപ്പം തന്നെ സംവിധാനങ്ങൾ. 1800ഓളം പോലീസുകാരെയാണ് ആലപ്പുഴ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ സുഗമമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ രാവിലെ ഉദ്യോഗസ്ഥരൊക്കെ എത്തി ഭക്ഷണം കഴിച്ചു. അവർ അതിനുശേഷം നമ്മൾ ദൂരെ അപ്പുറത്ത് കാണുന്നത് ഭക്ഷണ പന്തലൊക്കെയാണ്, മീഡിയ റൂമും ഭക്ഷണ പന്തലും ഒക്കെയാണ്. അവിടെയൊക്കെ ക്രമീകരണങ്ങളൊക്കെ കഴിഞ്ഞ് വളരെ സജീവമായി കൗണ്ടിംഗ് സ്റ്റേഷനുകൾ മാറുന്നു എന്നുള്ളതാണ്. ശരിക്കും തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കൗതുകമാർന്ന റിസൾട്ട് അത് പ്രതീക്ഷിക്കുന്ന ഒരു ഇടം കൂടിയാണ് രാഷ്ട്രീയ കേരളത്തിൽ, പ്രത്യേകിച്ച് ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. ഏതായാലും ആലപ്പുഴ ജില്ലയിൽ ഇത്തവണ കടുത്ത പോരാട്ടം എന്ന് തന്നെ പറയാം. കഴിഞ്ഞ തവണയൊക്കെ ഇടത് കോട്ടയായി, പ്രത്യേകിച്ച് സർക്കാരിൻ്റെ ഒരു പ്രത്യേകമായി സർക്കാരിന് 8 സീറ്റുകൾ ഇടതുപക്ഷത്തിന് തുടർച്ചയായി നൽകിയിരുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ. ആ ആലപ്പുഴ ഇത്തവണ മാറുമോ? പ്രത്യേകിച്ച് നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി നിമിഷങ്ങൾ മാത്രമാണ് ഉള്ളത്. ആ നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് അത്രയും കൗതുകരമായ ആവേശകരമായ മത്സര ഫലങ്ങൾ പ്രേക്ഷകരിലേക്ക് പങ്കുവെക്കാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ആ ഒരു ആവേശം, പ്രത്യേകിച്ച് രാഷ്ട്രീയ പോരാട്ടം വളരെയധികം നടക്കുന്ന ഒരു ജില്ല കൂടിയാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ ആലപ്പുഴയിലെ 9 മണ്ഡലങ്ങളിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അവർ എന്താണ് ആ വോട്ട് പെട്ടിയിലേക്ക് അവർ നിക്ഷേപിച്ചത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ നമുക്കിനി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പ്രേക്ഷകരിലേക്ക് എല്ലാ ആവേശവും ചോരാതെ തന്നെ എത്തിക്കാൻ കഴിയും. എന്തായാലും ആരും വിട്ടുപോകരുത്, എല്ലാവരും ഇരിക്കുക. അമ്പലപ്പുഴ രാഷ്ട്രീയം പഠിക്കുന്ന എല്ലാവരും കൗതുകത്തോടെ നോക്കുന്ന അമ്പലപ്പുഴ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളുടെ റിസൾട്ട് നോക്കുന്ന അമ്പലപ്പുഴയിൽ എന്ത് സംഭവിക്കുന്നു, ജി സുധാകരൻ മാജിക് ഉണ്ടാകുമോ എന്നതുൾപ്പെടെയുള്ള വാർത്തകൾ അപ്പോൾ എത്തിക്കാൻ ഞങ്ങളുടെ ശരണ്യ സ്നേഹജൻ അവിടെ സജ്ജയാണ്. എല്ലാ വിധത്തിലുള്ള ഒരുക്കങ്ങളും അവിടെ പൂർണ്ണമായിരിക്കുന്നു, വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമായിരിക്കുന്നു എന്നതാണ് ശരണ്യ സ്നേഹജൻ സൂചിപ്പിക്കുന്നത്. ഉദ്യോഗസ്ഥരൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയാവുകയാണ്. ഇനി മണിക്കൂറുകൾ നീളുന്ന ഒരു പ്രോസസ്സാണ്. ഇനി ഏതാണ്ട് 1.25 മണിക്കൂർ മാത്രമാണ് ബാക്കിയുള്ളത്. 1.25 മണിക്കൂർ 43 സ്ഥലങ്ങളിലായി 140 കേന്ദ്രങ്ങൾ. ഇപ്പോൾ കാസർഗോഡ് നിന്ന് KV ബൈജു ചേരുന്നത്. KV ബൈജു, ഈ കാസർഗോഡ് അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കുമെന്നൊക്കെ പറയുന്നു. ഉദുമ കെ സുധാകരൻ മത്സരിച്ചിട്ട് പോലും പിടിക്കാൻ പറ്റാത്ത ഉദുമ പിടിക്കും എന്നതൊക്കെയാണ് ഏറ്റവും ഒടുവിൽ നമ്മൾ കേട്ടത്. ബൈജു കട്ടാണ്, ബൈജു ഇപ്പൊ വരും, തിരിച്ചു വരും. ബൈജു അവിടെ ഒരു ചായ പിടിക്കാൻ പോയതായിരിക്കും. അപ്പൊ നമ്മൾ ഇന്നലെ 43 സ്ഥലങ്ങളിലെ ഏതാണ്ട് ഈ 140 മണ്ഡലങ്ങളിലെയും ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കും. 40 കേന്ദ്രങ്ങൾ ബൈജു വന്നു. ഗുഡ് മോർണിംഗ്. കാസർഗോഡ് നമ്മൾ കാത്തിരിക്കുകയാണ്. വലിയ അത്ഭുതങ്ങൾ ഇത്തവണ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്, അവകാശവാദങ്ങളുണ്ട്, കോൺഗ്രസിന് വലിയ പ്രതീക്ഷ ഉണ്ട്. എങ്ങനെയാണ് കാസർഗോഡിന്റെ സാഹചര്യങ്ങൾ? മഞ്ചേശ്വരം BJPയെ സംബന്ധിച്ച് കഴിഞ്ഞ 3 തവണയായി അവർ പ്രതീക്ഷ വെച്ച ഇടമാണ്. ഇത്തവണ അവർ ഉറപ്പിക്കുന്നു എന്ന് പറയുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. അങ്ങനെ ഒരു സാധ്യത അവിടെ ഉണ്ടോ? അങ്ങനെ എല്ലാം കൊണ്ടും കാസർഗോഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ഒരുക്കങ്ങൾ? സ്ട്രോങ് റൂമുകൾ തുറക്കാറായോ? കണക്ടിവിറ്റിക്ക് എന്തോ പ്രശ്നമുണ്ട്. ബൈജുവിലേക്ക് വരാം നമുക്ക്. മറ്റിടങ്ങളിലും ഉദ്യോഗസ്ഥർ എത്തുന്നു. സ്ട്രോങ് റൂമുകൾ തുറക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.